അനാലിസിസ് ഓഫ് ബീമാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലെ മെയിൻ ടോപ്പിക്. 7 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് റിയാക്ഷനും സപ്പോർട്ട് റിയാക്ഷനും ടൈപ്പ് ഓഫ് ലോഡും ടൈപ്പ് ഓഫ് വേവും നിങ്ങൾ ചെറിയ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒരു തവണയെങ്കിലും കണ്ടു നോക്കണം. എന്നിട്ട് എൻ്റെ തിയറി വായിച്ച് നോക്കിയാലേ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ തുടങ്ങാം. അനാലിസിസ് ഓഫ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീമിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ലോഡും അതിൻ്റെ ഭാഗമായിട്ട് സപ്പോർട്ടിൽ നിന്ന് റിയാക്ഷൻ കണ്ടുപിടിക്കുകയാണ് ഈ ഒരു ടോപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഫർദർ സ്റ്റഡീസ് അടുത്ത സെമസ്റ്ററിലൊക്കെ നിങ്ങൾ പഠിക്കും, എൻ്റെ ഷിയർ ഫോഴ്സും മറ്റു കാര്യങ്ങളൊക്കെ. ഇവിടെ വളരെ സിമ്പിളാണ്. സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനെന്നുള്ളത് മാത്രമാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമ്മൾ മെയിനായിട്ട് അനാലിസിസ് ഓഫ് ബീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനാലിസിസ് ഓഫ് ബീമിൽ ഞാൻ ഒരു ടൈപ്പ് ഓഫ് ബീം ആദ്യം വരയ്ക്കും. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കാൻഡിലിവറിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഐ ക്യാൻ സേ ഇറ്റ്സ് അനാലിസിസ് ഓഫ് കാൻഡിലിവർ ബീം. സോ കാൻഡിലിവർ ബീം. അപ്പോൾ കാൻഡിലിവർ ബീമിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ലോഡിങ് കണ്ടീഷൻ എടുക്കുകയാണ്. ദാറ്റ്സ് പോയിന്റ് ലോഡ്. ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ഇവിടെ ആക്ട് ചെയ്യാണ്. CW ഒരു 10 ന്യൂട്ടോ 100 ന്യൂട്ടോ എന്ത് വേണമെങ്കിലും ആവാം. ശരി, അങ്ങനെയാണെങ്കിൽ ഈ സപ്പോർട്ടിലുണ്ടാകുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം കൺസെപ്റ്റ് പഠിച്ചിരുന്നു. 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഒരു പ്ലാനാർ കേസിലുള്ളത്. X ഡയറക്ഷനിലും Y ഡയറക്ഷനിലും മൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, മറ്റൊന്ന് Z ആക്സിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി. 3 ഡിഗ്രി ഓഫ് ഫ്രീഡം, 2 ട്രാൻസ്ലേഷൻ ആൻഡ് 1 റൊട്ടേഷൻ. ഇതാണ് നമുക്ക് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ടുള്ളത്. ഈ ഫിക്സഡ് കേസിൽ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ അറസ്റ്റഡ് ആണ്. അയാൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഈ പോയിന്റിന് ട്രാൻസ്ലേറ്റ് ചെയ്യാനും പറ്റില്ല, റൊട്ടേറ്റ് ചെയ്യാനും പറ്റില്ല. അതിൻ്റെ അർത്ഥം അവിടെ ഏതൊക്കെ റിയാക്ഷൻസ് വരാം? വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും മറ്റൊന്ന് മൊമെൻ്റ് റിയാക്ഷനും വരും. 3 റിയാക്ഷൻസ് വരാം. ഇനി ഇവിടുത്തെ ലോഡ് W എന്ന് പറയുന്നത് വെർട്ടിക്കലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഹൊറിസോണ്ടൽ ഒഴിവാക്കാൻ പറ്റും. അതിന് ഹൊറിസോണ്ടലായിട്ട് എന്തെങ്കിലും ലോഡ് വന്നാലേ ആ ഡയറക്ഷനിൽ ഒരു ഒപ്പോസിഷൻ വരാൻ ചാൻസ് ഉള്ളൂ, അഥവാ ഒരു റിയാക്ഷൻ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ വെർട്ടിക്കൽ ലോഡായതുകൊണ്ട് വെർട്ടിക്കൽ ലോഡിനെ ഓവർകം ചെയ്യാൻ വേണ്ട ആവശ്യമായിട്ടുള്ള ഒരു റിയാക്ഷൻ മാത്രമേ ഇവിടെ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ, സപ്പോർട്ടിൽ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ റിയാക്ഷൻ ഉണ്ടാവും. ക്ലിയർ? സോ ദാറ്റ് ഈസ് എ RV വെർട്ടിക്കൽ റിയാക്ഷൻ നമുക്ക് വിളിക്കും. ഇനി മറ്റൊന്ന്, ഈ W, ഈ ലെങ്ത്, ഈ സ്പാൻ ലെങ്ത് എല്ലാം എടുക്കുവാണെങ്കിൽ W/L എന്ന് പറയുന്നൊരു മൊമെൻറ്റ് എബൌട്ട് ദിസ് ഫിക്സഡ് പോയിന്റ് ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇതിനെ ഈ ബീമിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഓപ്പോസിറ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ആ റൊട്ടേഷൻ ഒഴിവാക്കണമെങ്കിൽ ഫോർ ഇക്വിലിബ്രിയം ഒരു ഓപ്പോസിറ്റ് ടോർക്ക് ആക്ട് ചെയ്തേ പറ്റും. അപ്പോൾ ആ ടോർക്ക് എന്ന് പറയുന്നത് എവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? ഈ ഫിക്സഡ് പോയിന്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ. സോ ദാറ്റ്സ് എ മൊമെൻറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് പോയിന്റ് A. ഇതാണ് നമ്മൾ ലോഡിങ്ങിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ശരി, ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ ഇക്വിലിബ്രിയമാണ്. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് മൊഡ്യൂൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം വെച്ച് നോക്കുവാണെങ്കിൽ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ 3-4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ഉണ്ട്, അല്ലേ? ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ സിസ്റ്റം ഷുഡ് ബി 0. 2, സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് എനി പോയിന്റ് ഷുഡ് ബി 0. ഇതാണ് 2 റിക്വയർമെൻറ്റ്. ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ് നോക്കുകയാണെങ്കിൽ σF വെർട്ടിക്കൽ എഴുതാം. അത് 0 ആയിരിക്കണം, അല്ലേ? വെർട്ടിക്കലായിട്ട് W ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്, -W എടുക്കാം. റിയാക്ഷൻ ഉണ്ട്, നമുക്കറിയില്ല RA ഓർ RV വാല്യൂ. നമ്മൾ RV എന്ന് എടുക്കുകയാണ്. എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ RV എന്ന് എടുക്കുകയാണ്, =0. അപ്പോൾ RV = W അപ്പുറത്ത് പോവുകയാണെങ്കിൽ പോസിറ്റീവ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഞാൻ ഈ വരച്ചിരുന്ന ഡയറക്ഷൻ അനുസരിച്ച് മുകളിലോട്ട് എന്ത് ആക്ട് ചെയ്യുന്നുണ്ടാവും? റിയാക്ഷൻ RV ആക്ട് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ? ഇനി തീർന്നില്ല, ഒരാളെ കൂടെ കണ്ടുപിടിക്കണം, മൊമെൻറ്റ് കൂടെ കണ്ടുപിടിക്കണം. അപ്പോഴേ പ്രോബ്ലം കംപ്ലീറ്റ് ആവുന്നുണ്ട് കേട്ടോ. പലപ്പോഴും കുട്ടികൾ മിസ്സാവും, ഈ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വിട്ടുപോകും. ശരി, മൊമെൻറ്റ് അബൌട്ട് A 0 ആയിരിക്കണം. അപ്പോൾ ഞാൻ റിയാക്ഷൻ മൊമെൻറ്റിനെ MR എന്ന് വിളിക്കുകയാണ്. അതവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, അല്ലെ? തിരിച്ച് കറങ്ങാൻ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുന്നത് -MR. ഇനി ഈ ബീമിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ലോഡ് കാരണമുള്ള മൊമെൻറ്റ് ഉണ്ട്. ആ ലോഡ് കാരണമുള്ള മൊമെൻറ്റ് നോക്കിയാൽ W ലെങ്ത് ആണ്, അല്ലേ? ദാറ്റ് ഷുഡ് ബി 0. ടോട്ടൽ മൊമെൻറ്റ് 0 ആയിരിക്കണമെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ MR ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ MR-നെയും ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്നിട്ട് W/L കിട്ടും. സോ ഇങ്ങനെയാണ് ഈ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന റിയാക്ഷനും കണ്ടുപിടിച്ചു, മൊമെൻറ്റ് റിയാക്ഷനും കണ്ടുപിടിച്ചു, ഫോഴ്സ് റിയാക്ഷനും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിൾ കേസാണ്. ഒരു സിമ്പിൾ ലോഡ്